രാജസ്ഥാൻ റെസിപ്പി ലൗക്കി ഡോങ്ക്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കൊള്ളിമുഖായ കണ്ട ഒരു കുടുംബത്തെ പ്രതീക്ഷയ്ക്ക് അപ്പുറം കിട്ടിയ സാധനമാണ് ഈ കാണുന്നത്. ഇഷ്ടപ്പെടില്ലെങ്കിൽ പിന്നെ ഇഷ്ടപ്പെടാത്ത ടേസ്റ്റ് ഇങ്ങനെ കഷ്ടപ്പെട്ട് തിന്നണേ. മനോഹരമായ മണം. അല്ലെങ്കിൽ സരിത പറഞ്ഞതൊക്കെ നല്ലത് തന്നെയാ, ചേട്ടൻ അനുസരിക്കാത്തതിന് എന്തൊരു ചെയ്യാ. ഇത് കൊറേ നാളായിട്ട് കവിത അപ്പൊ നമ്മളോട് ക്ഷമിക്കണം. പറഞ്ഞ പോലെ ഇത് ഗംഭീര സാധനമായിരിക്കട്ടാ. പുതിന പൊടിച്ചത്, ഉണക്കി പൊടിച്ചത് വെതർന്നു. മുട്ട കഴിക്കാണ്ട് ഇത് കഴിക്കറാ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് വേറൊരു സ്ഥലത്താണ് കേട്ടാ. പൂക്കളുടെ നടുവിലാണ് നിൽക്കുന്നത്. അനിലേട്ടൻ്റെ വീടിൻ്റെ ബാക്കിലാണ് നിൽക്കുന്നത്. അനിലേട്ടനാണ് ഈ കാലത്ത് പണിക്ക് പോയി. നമ്മൾ ഒരു 2-3 കൊല്ലം മുമ്പ് കവിത എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി, പെൺകുട്ടിയാണോ ചേച്ചിയാണോ അനിയത്തിയാണോ എന്ന് അറിയില്ല, നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ഒരു രാജസ്ഥാൻ റെസിപ്പി ലൗക്കി ഡോങ്ക്ല എന്ന് പറഞ്ഞിട്ടൊരു സാധനം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ലൗക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ ചൊരക്ക എന്നാണ് കണ്ടത്. നമ്മൾ കുറേ നാളായി പറയണത് അത് ചൊരക്കുണ്ടായിട്ട് നമ്മുടെ അവിടെ ചൊരക്കുണ്ടായെന്ന് തോന്നുന്നുണ്ട്. അപ്പോഴാവും ആ കുട്ടിയത് അയച്ചത്. ഇതുകൊണ്ട് ഉണ്ടാക്കുക ഈ സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ശേഷം എത്ര വേനലും വർഷവും കടന്നുപോയി. ചൊരക്കകൾ പലവട്ടം ഉണ്ടായി, കൊഴിഞ്ഞു, കൂട്ടാൻ വെച്ചു എല്ലാം. നമുക്ക് മലയാളികൾക്ക് മൊത്തത്തിൽ ചൊരക്ക അവിടെ വലിയ ഇഷ്ടമില്ല. പക്ഷെ അല്ല ചേട്ടൻ്റെ അവിടെ ഇത്തവണ ചരക്കുണ്ടായി. ഒരു 3-4 പൊട്ടിക്കില്ലേ ചോദിക്കും. ഇതാണ്ട അതെ, ഒരു ചരക്കുണ്ടായി നിൽക്കണു. അവർ പൊട്ടിച്ചുകൊണ്ട് പോയി. ചെറിയ എണ്ണൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ വേറെ ചരക്കുണ്ടോ നോക്കിയാൽ ഈ ചരക്ക. അപ്പം നമുക്ക് ഈ ചരക്ക പൊട്ടിച്ചിട്ട് നമുക്ക് കണ്ട് തുടങ്ങാം. ഇവിടെ ഇതിന് അയ്യോ കത്തി എടുക്കാം. അല്ല പിരിച്ചാൽ മതി അല്ലേ? വേണ്ട, പിരിഞ്ഞു. തണ്ടിന് കുഴപ്പം വരാൻ പാടില്ല. അതാ ഇത് ഞാനിന്ന് ഈ പാചക റെസിപ്പി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇത് എങ്ങനെയുണ്ട് സാധനം കാണാനായിട്ട് കുറേ വീഡിയോകൾ എടുത്ത് നോക്കി. അപ്പോഴേ എന്താ നീ പറക്കണത്? ചെറുനാരങ്ങ. അപ്പോൾ കുറേ പാചക റെസിപ്പികളായിട്ട് തപ്പി നോക്കിയപ്പോൾ അതിൽ ബോബി ഡിയോളി, നമ്മുടെ ഹിന്ദി സിനിമയുടെ ഈ ധർമ്മേന്ദ്ര മോൻ സണ്ണി ഡിയോളിൻ്റെ അനിയൻ ബോബി ഡിയോള് എൻ്റെ ഒരു അഭിമുഖം. അപ്പോൾ ബോബി ഡിയോള് ഈ ഇങ്ങനത്തെ ചരക്ക ഒരെടുത്തിട്ട് അഭിമുഖക്കാരി എടുത്ത് വർത്താനം പറയുന്നുണ്ടാ. അപ്പോൾ ലൗക്കി ബോയ് എന്നാണെന്ന് ബോബി ഡിയോളിനെ വിളിക്കാന്ന് ചെറുപ്പത്തിൽ. അപ്പോൾ അതിൽ പറയണ്ടേ എൻ്റെ ബച്ച്പനിൽ ഈ ലൗക്കി വെച്ചിട്ട് പാചകം മുത്തശ്ശിമാർ അവരാണ്ട് ഉണ്ടാക്കി തരുന്നത് എനിക്ക് അങ്ങനെ പറയുന്നതായിട്ട് തോന്നിയിട്ടാ. ആൾക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതന്നെ സംഭവം. ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പച്ചക്കറി ഇതാണ്, ഈ സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ചെറുപ്പത്തില് ഇത് എപ്പോഴും കഴിക്കണ കാരണം ലൗക്കി ബോയ് എന്ന് വിളിക്കുന്നു. അതാണ് ബച്ച്പൻ എന്ന് പറഞ്ഞ കുട്ടിക്കാലല്ലേ. ആർക്കും വേണ്ടാതെ ആരെയോ കാത്തു കിടക്കുന്ന കുറേ ചെറുനാരങ്ങ അച്ചാറിടാം. തേങ്ങയാണ് അച്ചാറ്. ഒരാളും കഴിക്കില്ല നാരങ്ങ അച്ചാറ്, എന്നിട്ടാണ് അച്ചാറിടുന്നത്. വെള്ളം ഉണ്ടാക്കി കുടിച്ചൂടെ? ഇത് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ ഉത്തരേന്ത്യക്കാര് പച്ചക്കറികൾ കണ്ടമാനം വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് മനസ്സിലായത്. എൻ്റെ കയ്യിലത്തേനേക്കാളും കൂടുതൽ നിന്റെ കയ്യിൽ കൊള്ളില്ല. ഇതുണ്ട് ചെറുനാരങ്ങ മയം. അപ്പൊ നമുക്ക് ലൗക്കി വെച്ചിട്ട് നമുക്ക് ഈ സാധനം ഉണ്ടാക്കാം. അടിപൊളി സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടാ. കുറച്ച് ഞാൻ പിടിക്കണം. അവളിപ്പോ കവിത പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് പരീക്ഷണം നമ്മുടെ വീഡിയോയിലാണ് പരീക്ഷിക്കുക. അല്ലാണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അത് വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്ന പരിപാടിയല്ല ചെയ്യുന്നത്. ശരിക്കൊണ്ട് ലൗക്കി ബോയ് ഒരു രാജസ്ഥാനി സാധനം ഉണ്ടാക്കാനായിട്ടാണ്. ഭയങ്കര ടേസ്റ്റുള്ള സാധനം എന്ന് പറഞ്ഞ ചരക്കൊണ്ട് ബീഫ് ഉണ്ടാക്കുന്നു. വെച്ചിട്ട് ഞാനേ ചെറുടെ ശബ്ദം കേട്ടോട്ടെ വെച്ചിട്ട് ഇത് മെയ്ക്കാച്ചിട്ടാണ് ഇതാണ് നീക്കി നോക്കേണ്ടത്. അപ്പൊ നമുക്ക് വേഗം പോവാം, നേരില്ല. ഇന്ന് വേറെ 2 പരിപാടികളുണ്ട്, അതിനൊക്കെ പോകണം. ഒരു 1-ാം പിറന്നാള് വാർഷികം, പിന്നെ പ്രസവത്തിന് കൊണ്ടുപോകണത്. 1-ാം പിറന്നാള് വാർഷികല്ലേ? ബർത്ത്ഡേ വന്നോ? നിന്റെ കഴിഞ്ഞില്ലേ ഈ ഇത് കുടിക്കല് കഴിഞ്ഞു? ഇന്ന് ഞായറാഴ്ച കാലത്താണ് സമയം. അന്ന് ഒരു കാര്യം ഞങ്ങടുതാ പകുതിതാ കുറച്ച് ബാക്കി അച്ഛൻ പിടിച്ചോളൂ. എനിക്ക് കൊള്ളി പറക്കണം. അതെ, കാലത്ത് ഞങ്ങളുടെ ഫുഡ് റെഡിയാക്കാൻ പോണു. കാലത്ത് ഫുഡ് റെഡിയാക്കണത് ഇത് കഴിച്ചിട്ടെങ്കിൽ വിശപ്പ് മാറില്ല. അപ്പം ഞങ്ങൾ സരിത പൂട്ടുണ്ടാക്കിയിട്ട് ഇവിടെ കൊള്ളിയോരം പറിക്കുന്നുണ്ട്. അപ്പോൾ കൊള്ളി പറിച്ചിട്ടുണ്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാം. അയ്യോ, നമ്മുടെ കായക്കൊല ഒടിഞ്ഞു വീണിരിക്കുന്നു. എൻ്റെ നേന്ത്രക്കൊല ഒടിഞ്ഞു വീണിരിക്കുന്നു കേട്ടാ. അതും വെട്ടിക്കൊണ്ട് പോവാം.
ആര് കൂടാ അച്ഛൻ തലക്കല്ല പ്രാന്തുണ്ടോ ഓടിക്കാൻ? ഞാനെന്തിനാ ഓടിക്കുന്നത്? ആ ഇത് കണ്ട നമ്മുടെ ജൈവ കൊല. പക്ഷെ ഇത് പഴുക്കൂട്ടാ. പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാ. കുഴപ്പമില്ല കേട്ടാ, കുട്ടി കൊലയാണ്. ഒരൊറ്റ വാഴക്കൊല പോലും നമ്മുടെ ഒടിയാണ്ട് കിട്ടാറില്ല. ഈ സമയമാകുമ്പോ ഒടിഞ്ഞു വീഴും. സാരില്ല, ഒന്നിനും ആവുന്നില്ല അല്ലേ? കുഴപ്പമില്ല. ഇത് നല്ല നേന്ത്രക്കൊലയല്ലേ. ഇതൊന്ന് വെയിൽ കൊണ്ടോട്ടെ, എന്നിട്ട് ഉച്ചരിഞ്ഞെടുത്താൽ മതി. അത് പെട്ടെന്ന് അതിന്റെ ആ പശ പുറത്തേക്ക് വീഴാം. ആ അത് വേണമെങ്കിൽ നീ പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിച്ചില്ല എന്നുള്ള തെറ്റല്ലേ അല്ല എന്താ പറയാ, വാ പോവാം. ശ്രദ്ധിക്കാറില്ല എന്നല്ല പറയരുത്. ഇത് എടുക്കില്ല, അവിക്കീനെ എടുക്ക്. ഞാൻ കൊള്ളി വരാൻ പറിക്കാം. കൊള്ളിയുടെ കടയിലേ വല്ലാണ്ട് അധികം ഇല്ലാത്ത കാരണം നമുക്ക് ഒരു കൊച്ചു കുടുംബത്തിന് സരിത കറക്റ്റാണ് നമ്മുടെ കൊള്ളിയിൽ. ഒരെണ്ണം പറിച്ചു കഴിഞ്ഞാ ഒരെണ്ണം പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് തികയും. ബാക്കി ഒരു കഷ്ണം പോലും വരില്ല. നിനക്ക് വലിക്കണേ? ഓം ഹ്രീം കാളിക്രീ ഓംബാ. ഇത് ഇത്തിരി വലുതാവൂട്ടാ. ഇവൻ ഇങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. ഇതെന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി. പ്രതീക്ഷയ്ക്ക് അപ്പുറ. അയ്യോ ജഗു, അത് അവിടെ കുളത്തി പിടിച്ചു. ഇതെന്തൊരു കുളത്ത് ചേട്ടാ നമുക്ക് കായ ഉണ്ടായി നിൽക്കണു ചേട്ടാ. ഏതുമേ? കൊള്ളിമ കായ. ദേ കണ്ട എന്നിട്ടത് കൊള്ളിമ കായ. ഇതെന്ത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കൊള്ളിമ കായ. ഇതെന്തിട്ട് കായതില്ലേ? അതിന് ഞാൻ അല്പപ്പെട്ടത്. നിങ്ങൾക്കറിയോ ഇതിനെ കുറിച്ചിട്ട്? അറിയാവുന്നവർ കമന്റ് ഇടൂ. കൊള്ളിമ കായ. നെല്ലിക്കേ പോടാ. കൊള്ളിമിലത്തെ കായന് ഇത് ചവിട്ടി പൊളിച്ചോട്ടെ. നോക്കിയോട്ടെ, ഭയങ്കര ബല. നോക്കിയോട്ടെ, ഇത് വെറുതെ ഒരു കായാണ്. വേറെ കൊള്ളിമീൻ കൊള്ളിയിലെ കായ, കൊള്ളിയുടെ കായ തന്നെയാണ്. വേറെ കൊള്ളികളും അതുമ്മലും ഉണ്ട്. ഞാൻ അത് പൊട്ടിക്കിട്ടെ. എത്ര വേണം കൂട്ടാന് കൊള്ളിച്ചുണ്ടാക്കാൻ? ഇതെന്തൊട്ട് ചെടിയാ? ഇത് മറ്റേ ആനത്തൊട്ടാവാടി അല്ലേ ചേട്ടാ? അതുമായി കൂടെ പടർന്ന് കയറിയേക്കണേ. അത് നമുക്ക് കളയാം, അത് പറഞ്ഞല്ലോ. അത് തൊടണ്ട. അത് ആനത്തൊട്ടാവാടി എന്ന് പറയുന്ന സാധനം. ഭയങ്കര മുള്ള. അത് ഈ പശുവൊക്കെ തിന്നാ ചത്തുപോകുന്നുണ്ട് അല്ലേ? ചത്തുപോകും. ചത്തുപോന്ന് പറഞ്ഞ വയറ്റിൽ വേന കഴിഞ്ഞു കേട്ടാ. കണ്ട ഒരു കുടുംബത്തെ ചേട്ടന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറം കിട്ടിയ സാധനമാണ് ഈ കാണുന്നത്. ലൗക്കീനെടുത്ത അത് വേണ്ട, അതൊക്കെ ചേർത്ത് വാ ഞാൻ പോവാ. വേണ്ട അത്ര കിട്ടി. ഞാൻ ലൗക്കീനെ എടുത്തോ, കായക്കൊല്ലി എടുക്കണ്ട, ചെറുനാരങ്ങ എടുത്തോ, പോവാ. അപ്പോൾ നമ്മളത് ഇത് കഷ്ണങ്ങളാക്കണം കേട്ടോ, ചെറിയ കഷ്ണങ്ങളാക്കണം. ഈ മറ്റേ ചരക്ക. ഞാനിവിടെ ഈ കാലത്തെ പൂട്ടുണ്ടാകുന്നുണ്ട്, അപ്പോൾ ഞാൻ കൊള്ളി നന്നാക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ ചോറ് കളയുന്നുണ്ട് കേട്ടാ. മൂക്കാത്താണ് വേണ്ടത്. അത്രയ്ക്ക് മൂത്തിട്ടൊന്നുമില്ല ഇത്. അപ്പൊ പിന്നെ എന്തിനാ കളയണേ? മൂത്തിട്ടില്ലെങ്കിൽ മൂത്തത് കൊണ്ടല്ലേ ഈ കുരു കളയണത്. ഇതൊന്നും അല്ല ശരിക്കും ഈ കുരു വരാ, ഭയങ്കരമായിട്ട് കുരു വരും. കാറ്റിലുണ്ട് പേടിയ. നല്ല കാറ്റുണ്ട്. നല്ല നമ്മൾ ഈ അടുപ്പാണ് ഉപയോഗിച്ചിരുന്നത്. തീ കത്തിച്ച് ഈ പാത്രം അടുപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. ഇതിൻ്റെ പേര് ലൗക്കി ഡൗങ്കർ എന്നാണ് പേര് കേട്ടാ. പേര് ലൗക്കി കുറേ പേരിട്ട് നമ്മൾ പറഞ്ഞു, അതൊന്നല്ല സത്യത്തിൽ. അങ്ങനെയല്ല നേരത്തെ പറഞ്ഞത്. എന്തൊട്ടൊരു പേര് പറഞ്ഞു. കൊള്ളി പറിച്ചു കൂട്ടുണ്ടാക്കണമെന്ന് ആലോചിക്കുന്നത്. അവഞ്ചേഴ്സിലാണ് ലോക്കി ഉള്ളത്. അത് ലോക്കി. ഇതുണ്ടാക്കുമ്പോ തന്നെ കുറെ സമയമാവും. അപ്പൊ നോക്കിട്ട് പൂട്ടുണ്ടാക്കാന്ന് വിചാരിച്ചോണ്ട്. ഇത് ചിലപ്പോ അല്ല, ഞങ്ങൾക്ക് ഇന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് പോകണം 11 മണിയാകുമ്പോ. അത് കഴിഞ്ഞാൽ ഒരു വയറ് കാണൽ ചടങ്ങുണ്ട്, അതിന് പോകണം. നമ്മുടെ രേഷ്മയുടെ പരിപാടി, അതിന് പോകണം. കൊറേ പരിപാടികളുണ്ട്. അപ്പോ ഭക്ഷണം ഉണ്ടാക്കിയാലും വേസ്റ്റ് ആവുള്ളൂ. പൂട്ടും കൊള്ളിന്ന് വേണമെങ്കിൽ നോക്കി ഉണ്ടാക്കാം. അപ്പൊ
അപ്പോൾ ഈ അടുപ്പ് അല്ല കത്തില്ല. ഞാൻ ഇന്ന് രാവിലെ അതുണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോഴാ ചേട്ടൻ കാലത്ത് എണീറ്റപ്പോ പറഞ്ഞ് ഇതുണ്ടാക്കാൻ പോവാന്ന്. മറ്റേ അടുപ്പ് വയ്ക്കാവും നല്ലത്. ഇല്ല, ഇത് കാറ്റടിച്ചിട്ട് ശരിയാവും തോന്നില്ല, ഭയങ്കര കാറ്റന്ന്. അത്ര വലിയ കുഴപ്പമില്ല. ഇത് രണ്ടെണ്ണയിൽ ഉപയോഗിക്കാം. കടുകെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കുറച്ച് കടുക് മതിയില്ലേ? ഇത്തിരി എണ്ണ ഇത്തിരി കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? കടുകെണ്ണയുടെ മണം നമുക്ക് മലയാളികൾക്ക് അത്രയ്ക്കാണ്ട് ഇഷ്ടാവോന്ന് അറിയില്ല. അപ്പൊ നമുക്ക് സൺഫ്ലവർ ഓയിൽ ചെയ്താൽ മതിയായിരുന്നു. സൺഫ്ലവർ ഓയിലല്ലേ എപ്പോഴും ചെയ്യുന്നത്. നമുക്ക് അവരെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ലെങ്കിൽ പിന്നെ ഇഷ്ടപ്പെടാത്ത ടേസ്റ്റ് നിനക്ക് കഷ്ടപ്പെട്ട് തിന്നണേ. അതെങ്ങനെയാ? അത് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഈ ചേട്ടൻ എന്നല്ലേ പറഞ്ഞേ കടുകണ്ണേരെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടില്ല. അല്ല, ആ ഇഷ്ടപ്പെടാത്ത സാധനമല്ല നമ്മൾ ഉണ്ടാക്കണത്. അവര് പരമ്പരാഗത രീതിയിലുള്ള സാധനമല്ലേ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അല്ലടി, സൺഫ്ലവർ ഓയില് എന്തേലും ആവട്ടെ ചെയ്യ്, നോക്കാം നമുക്ക്. അതായിട്ടില്ല കേട്ടാ, ചൂടായിട്ടില്ല. ഒക്കെ ചൂടാവാനായിട്ട് ഇത് കത്തുണ്ടോന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. നല്ല ചൂടുണ്ട്. ബേ ലീഫ് എടുത്ത കറുവപ്പട്ടി എടുത്ത് വെക്കും. ഒരെണ്ണം പോരെ? ഒരെണ്ണം. നമ്മുടെ ഈ എണ്ണ ചൂടായി. അപ്പൊ ഇതിലേക്ക് ജീരകം ഇടണം കേട്ടോ. ചൂടായിട്ടൊന്നുമില്ല എണ്ണ, ഞാൻ പറഞ്ഞതാ ചൂടായിട്ടില്ല. ചൂടായി ഇപ്പൊ അടുത്തൊന്നും ചൂടാവാനും പോണില്ലേ. ചൂടായി വരുന്ന കണ്ടോ, ചൂടാവണണ്ട. കാറ്റ് അവിടെ നിന്നായ കാരണം കൊണ്ട് തീ ഇങ്ങനെ അങ്ങോട്ട് പോവാ. അപ്പൊ അത് കാരണം കൊണ്ട് എണ്ണ പാത്രത്തിന്റെ ഈ ഭാഗം ചൂടാവണല്ലോ, അപ്പൊ ഈ ഭാഗത്ത് എണ്ണ ചൂട്. വേണമെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, മറ്റേ അടുപ്പ് എടുത്ത് വെച്ചോ, ഇപ്പോഴൊക്കെങ്കിലും ആവണം എന്നുണ്ടെങ്കിൽ അല്ലെ നമുക്ക് വൈകുന്നേരം പോകാൻ പറ്റുള്ളൂ പരിപാടിക്ക്. ഒരു കാര്യം പറഞ്ഞ അനുസരിക്കില്ലേ. കാറ്റുണ്ട് എപ്പോഴും. ഏയ് കാറ്റുണ്ടോന്ന് ഇനി ഇതിനോട് ചോദിക്കണല്ലോ അറിയണമെങ്കിൽ. നമ്മുടെ അടുപ്പ് മാറ്റിയിട്ടാ. ഇനിയിപ്പാ അതായില്ലെങ്കിലും വെച്ചിട്ട് അടുപ്പ് മാറ്റാം. ഈ ഓഫ് ചെയ്തു. ടിപ്പണി അത് ചൂടായിട്ടില്ല ഇപ്പോഴും. ഈ കാറ്റുകാലം കഴിയണ വരയ്ക്ക് ഈ അടുപ്പൊക്കെ വെക്കാൻ പറ്റില്ല. അതുപോലെയാ കാറ്റ്. നമ്മള് അടുപ്പ് മാറ്റിയിട്ടാ. ഇനി വേഗാവും. കാറ്റ് പിടിക്കില്ലേ? കുഴപ്പമില്ല. അപ്പോഴാണ് ചൂടാവാൻ തുടങ്ങിയത് എണ്ണ. നമ്മൾ പറന്നു പോകുന്നു തോന്നിക്കും ചില സമയത്തൊക്കെ, അത്രയ്ക്ക് കാറ്റാ. ജീരകത്തിലേക്ക് ഒരു ബേ ലീഫ്, പിന്നെ ഒരു കറുവപ്പട്ട കഷ്ണം സബോളയില്. അതിൽ സബോള ഇരുന്നു കേട്ടോ. സബോള കൊത്തിരിഞ്ഞിരുന്നു. ആയി മനോഹരമായി മണം, ഉത്തരേന്ത്യൻ മണം വന്നു. പച്ചമുളക് ഒരു ചെറുത്. ഇപ്പൊ ടേസ്റ്റ് ആയി മണം. മണം ടേസ്റ്റ് ആയി. നമുക്ക് എന്തൊക്കെ കഴിവുകളാല്ലേ ചേട്ടാ. അനുയോജ്യമായ മണം, മണം ടേസ്റ്റ് ആയി. അതെ. തീ കട്ടാ ഇല്ല. ഭാഗ്യം ഈ അടുപ്പ് പോകണമെന്ന് വെച്ചാൽ സരിത പറഞ്ഞത് നന്നായി, അടുപ്പ് മാറ്റിയത് നന്നായി. അല്ലെങ്കിൽ സരിത പറഞ്ഞതൊക്കെ നല്ലത് തന്നെയാ. ചേട്ടൻ അനുസരിക്കാത്തതിന് എന്തൊരു ചെയ്യാ. വെറുതെ നാട്ടുകാരെ കളിപ്പിക്കാൻ വേണ്ടി സരിതേ അത് ചെയ്യട്ടെ, സരിതേ ഇത് ചെയ്യട്ടെ, സരിതേ മറ്റേത് ഇടട്ടെ, ഇളക്കട്ടെ, ഇങ്ങനെ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഒരാവശ്യമില്ലാണ്ട്. അതൊരു ശീലമാണ്. അത് അവസാനം അറിയാം, ഞങ്ങൾ വീക്കിച്ചതാ. ഇത് കുറേ നാളായിട്ട് കവിത. അപ്പൊ നമ്മളോട് ക്ഷമിക്കണം, കുറേ നാളായിട്ടില്ലേ. കുറേ പേര് കുറേ റെസിപ്പികളൊക്കെ അയച്ചു കണ്ടില്ല. ഇപ്പോൾ ഓരോ 3 കൊല്ലം 4 കൊല്ലം കൂടുമ്പോഴേക്കിന് എടുക്കണത്. ഇനിയിപ്പോൾ ഛത്തീസ്ഗഡിലത്തെ ഒരു ചേച്ചി, ഡൽഹിയിലത്തെ ആ ചേച്ചിയുടെയൊക്കെ പേര് ഞാൻ മറന്നു. കുറേ നാളായി. ഈ നത്തോലിയിലേ ഒരു സാധനം, ഡൽഹിയിലുള്ളൊരു ചേച്ചി നത്തോലി ഇനിയൊന്നുണ്ട്. കുറേ സാധനങ്ങൾ എന്തോരം പേര് അയച്ചു തരുന്നറിയാം നമുക്ക്. എൻ്റെ ഫോണിലേക്കാണ് അയക്കണമെങ്കിൽ ഞാനത് നോക്കി വെക്കും. ചേട്ടൻ്റെ അയച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. 2-3 കൊല്ലം കൂടുമ്പോൾ കഴിയുമ്പോൾ നോക്കിയാ ഭാഗ്യം. ആര്യനെ മറ്റേ ആ പുസ്തകം അയച്ചു തന്നിട്ട് കണ്ടില്ലേ? ഏത് പുസ്തകം? മറ്റേ രഘു കുന്നും പുറത്ത് അവൻ്റെ ആ ഒരു കഥകളില്ലേ, അത് അയച്ചു തന്നിട്ട് നാളെ എത്ര പിടിച്ചു. ഇത് കഴുകിയില്ലേ? കഴുകു, വേഗം കഴുകു. ഇത് ഇതായിക്കൊണ്ടിരിക്കുന്നു കേട്ടാ. നല്ല മണാണ് വരുന്നത് ഇതിൻ്റെ. ആ ജീരകം, നമുക്ക് ജീരകം ഉപയോഗിച്ച് അധികം ഉപയോഗിച്ചില്ല. നമ്മൾ ആവില് അങ്ങനത്തെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഇതായിടാൻ പോണു കേട്ടാ. ലൗക്കി ഇടുന്നു, ചൊരക്കാനിടുന്നു. ഈ ലൗക്കി എന്ന് പറയുമ്പോൾ എനിക്ക് ലോക്കിന് ഓർമ്മ വരുന്നു. മാർവൽ അവഞ്ചേഴ്സിന്റെ ലോക്കി. കട്ടെ ഇനി നമുക്ക് എനിക്ക് ഉപ്പിടാം കേട്ടാ. ഉപ്പിടണു. പോരാ, ഉപ്പിട്ടു. മഞ്ഞൾപ്പൊടി ഇടണം കേട്ടാ. കുറച്ചുകൂടി വേണല്ലേ? ആ തിരുമണി ഇട്ടോ. മൂടി വയ്ക്കണം. ആ മൂടി ഇട്ടിട്ടുണ്ട്. മൂടി. അപ്പൊ ഇതിന്റെ മൂടിയോ? അതിൻ്റെ മൂടിയിൽ എനിക്ക് ആ മൂടി കിട്ടിയത്. മുളക് പൊടി അത്ര കിട്ടാൽ മതി, അധികം മുളക് പൊടി വേണ്ട. എത്രയ്ക്ക് കിട്ടില്ലേ?
ഇനി മൂടി വയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ, ഇളക്കിയിട്ട് മൂടി വയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കേട്ടോ, ഇത്തിരി ചെറുനാരങ്ങ വേണമെങ്കിൽ നീര് വേണമെങ്കിൽ ചേർക്കാം, കുറച്ച് മല്ലിയിലിട്ടിട്ട് മൂടി വേവിക്കാം. ഇപ്പം ചെറുനാരങ്ങ അവിടെ നിന്ന് കിട്ടിയില്ലോ, ഫ്രഷ് ചെറുനാരങ്ങ. അപ്പോൾ അത് മുറുക്കി, അതായത് ഇങ്ങനത്തെയൊക്കെ പാചകങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചൊരയ്ക്കാനും പിന്നെ കളയില്ലാന്ന്. കുരു 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 വേണ്ട, കുരുവിലേക്ക് വീഴും ചിലപ്പോഴേ. ഇതിന്റെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് ഇതാ തിരിച്ചറിഞ്ഞാൽ നീര് ഒഴിക്കുന്നു. എന്നിട്ട് പറ്റിയ നിന്റെ കണ്ണ് ചോന്നിരിക്കണ്ടല്ലോ, ചാർലിയിലേന്ന് മാന്ത് കിട്ടിയാ. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ടുന്നു കേട്ടാ, കുറച്ച് മല്ലിയില. ഇത് ഓപ്ഷനാണ്. ഈ പറഞ്ഞ പോലെ ഇത് ഗംഭീര സാധനമായിരിക്കും കേട്ടാ. വെറുതെ അല്ല ബോബിഡിയോള് ഇങ്ങനത്തെ സാധനങ്ങളുടെ ആരാധകനായി എന്ന് തോന്നുന്നു കണ്ടിട്ടാ. ഞാൻ ഇപ്പൊ പറയുന്നില്ല, മൂടി വയ്ക്കാം. ഉദാഹരണം വേണ്ട, കഴിച്ചിട്ട് പറയാം. അല്ല പറയാൻ പറ്റില്ല, ഈ കടലെണ്ണ ആയതുകൊണ്ടുള്ളോ, ബാക്കി എല്ലാ സാധനങ്ങളും ചേർക്കണ്ടിട്ട് നല്ലൊരു സാധനങ്ങളൊക്കെ മാറ്റി വെച്ചാ, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചാൽ കൊള്ളി വെക്കണ്ടല്ലോ. നീ ഇപ്പം തുറന്നിട്ട് നമുക്ക് ഇടയ്ക്കുന്ന ഇളക്കാട്ടാ. വെള്ളം ഇറങ്ങുന്നുണ്ട്. ഉപ്പ് കുറവായിരുന്നുണ്ടല്ലേ, കുറവാണെങ്കിൽ നോക്കിയേ. ആയിട്ടില്ലല്ലോ. അല്ല തൊട്ടിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇതുമ്പോൾ തൊട്ട് താമസിച്ചു. ഉപ്പുണ്ടാ? ഒരു പൊട്ട് പൊങ്ങിട്ടാൽ മതി, പൊട്ട് പൊട്ടാൽ മതിട്ടാ. പൊട്ട് എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്. മതി മതി മതി. ഇതാണ് പൊട്ട്. മൂടി വെച്ചോ. വെള്ളം ഇറങ്ങണം, അപ്പൊ വേണം നമ്മൾ ഇനി ഈ കടലമാവ് ഇടാ. അതില് വേവണം, സാധനം വേവണം. വേവട്ടെ. ഇത് വേവും, പെട്ടെന്ന് വേവില്ലേ. ഇതിന്റെ കൂടെ ഒരു സാധനം ഉണ്ടാക്കും, അതിന് വേണ്ടിട്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടാ. നമ്മൾ ഷവർമ്മ വാങ്ങിക്കുമ്പോഴൊക്കെ അതിന്റെ കൂടെ ഈ വിനാഗിരി ഉപ്പിട്ട് വെച്ചിട്ടുള്ള ഇത് കിട്ടില്ലേ, കുക്കുംബർ, ക്യാരറ്റ്, പച്ചമുളക്, ഈ സാധനം കിട്ടും. അതുപോലെ അൽഫാമിന്റെ കൂടെ കിട്ടും. അൽഫാമിന്റെ പോലെ അല്ല, അൽഫാമിന്റെ അൽഫാം ചിക്കന്റെ കൂടെ കിട്ടും തോന്നുന്നുണ്ട്. ഉണ്ടെന്നുണ്ട്. അപ്പൊ അതുപോലെ ഒരു സാധനം പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു അച്ചാറ് പോലെ എന്നുള്ളതാണ് പറഞ്ഞു പോണത്. അത് എന്തൊരു സാധനം വെച്ചില്ലേ, ഞാനത് അതായത് നമ്മൾ തലേദിവസം വിനാഗിരി ഉപ്പും ഇട്ടിട്ട് അതിൽ ഈ കുക്കുംബറും ക്യാരറ്റൊക്കെ അരിഞ്ഞിട്ട് ഇട്ട് വെക്കണം, പച്ചമുളകൊക്കെ ഇട്ട് വെക്കണം. അതെന്തിനാന്നറിയോ? ഇതിന്റെ കൂടെ കൂട്ടി കഴിക്കാൻ. ഞാൻ പറയാം. അതെന്തിനാ, ഒരു സവാള തൊലി കളഞ്ഞ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ വിനാഗിരിയും ഒരളവിൽ കല്ലുപ്പും പട്ടയും കുരുമുളകും വെള്ളുള്ളി പച്ചമുളക് സവാള ഒരു ബീട്രൂട്ട് മുറിച്ചിട്ട് ഇത് കുപ്പിലിട്ട് തലേദിവസം ഇട്ട് വയ്ക്കണം. സവാള കീറി വയ്ക്കണമെന്ന്. അത് ആഴത്തിൽ അത് കഴിക്കാൻ നേരത്ത് ഇത് കുറച്ച് ഡ്രൈ പുതിന, ബ്ലാക്ക് സാൾട്ട്, കുറച്ച് കായപ്പൊടി ഇടികലിൽ ചതച്ച് പിടിച്ച് അത് സവാളയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെതറണം. പുതിനെല്ലാം ഉണക്കിയിട്ടേ പൊടിച്ചിട്ട് കായപ്പൊടിയും കല്ലുപ്പും കൂടി ഈ സവാളയുടെ മീതൊന്ന് വെതറിയിട്ട് പണി കുറേണ്ട്. പണി കുറേണ്ട്. അപ്പൊ ഞാൻ പുതിനെല്ലാം ഞാൻ ഉണക്കി കൊണ്ടു. അപ്പൊ ഈ കോഴിമുട്ട ഇത് തന്നെ വേറെ രീതിയിലും ചെയ്യാം നമുക്ക്. വേറെ കോഴിമുട്ട പുഴുങ്ങിയിട്ട്, അതായത് ഒന്നുകിൽ ഇപ്പൊ ഈ പറഞ്ഞ ഈ സാധനം ഇതിന്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് വെക്കാൻ, അതല്ലാന്നുണ്ടെങ്കിലാണ് മുട്ട പുഴുങ്ങിയത്. അതും കിട്ടാ പറഞ്ഞേ വായിച്ചേ. കോഴിമുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ ബ്ലാക്ക് സാൾട്ട്, പുതിനല പൊടിച്ച് ഉണക്കി. ബ്ലാക്ക് സോൾട്ട് എവിടെന്നാ? ബ്ലാക്ക് സാൾട്ട് വരെ നമ്മുടെ നാടൻ സാൾട്ട് ഉപയോഗിച്ചാൽ മതി. അതെ. പിന്നെ പുതിനല പൊടിച്ചതും കായപ്പൊടി ആ മാത്രം മതിയല്ലേ? അപ്പൊ അത് എളുപ്പം. ഇതിനു വേണ്ടിട്ടേ കോഴിമുട്ടരം ഇത് വേദനായിട്ട് നമ്മുടെ വീട്ടിലത്തെ പുതിനീനിട്ട് അതോ ഇന്നലെ പൊട്ടിച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പൊടിക്കാം. കണ്ടാ പുതിനല നമ്മുടെ ഓർഗാനിക് മണം. എന്തൊരു മണം വരുന്നത് അറിയോ? നമുക്ക് തന്നെ പൊടിക്കാം പുതിനല. ഒരു ദിവസം വെയിലത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ പൊടിയും. ഇതിപ്പോൾ കാറ്റത്തൊക്കെ പറന്ന് പോകുന്ന എനിക്ക് പേടി. നോട്ടെ, സൂപ്പറായില്ലേ? ഇത് വെന്തുണ്ടോ നോക്കണം. ഒരു കഷ്ണം എടുത്തിട്ട് വെന്തുണ്ടോ നോക്കാം. അയ്യോ 3 കഷ്ണമായി. 3. ഇതെന്താ ഇങ്ങനെ നമ്മൾ ഒരു കഷ്ണം വിചാരിച്ചിട്ട് എടുക്കുമ്പോൾ കൂടുതൽ വരാന്ന്. ഞാൻ കൂടി ഇരിക്കുക. അത് വേവട്ടെ. ഒരു മിനിറ്റ്. നമ്മളെ യൂട്യൂബിൽ വീഡിയോ ചേട്ടൻ കാണിച്ചു തന്നില്ലേ, അതിലിത് ഇട്ടിട്ട് പിന്നെ മൂടി തുറക്ക് നന്നായിട്ട് വെള്ളം ഇറങ്ങിയേക്കണതാ കണ്ടേ. ഇതിപ്പോ ഇത്രയ്ക്ക് വെള്ളം മതി നമുക്ക്. പക്ഷെ ഇതില് വെള്ളം ഒന്നും ഇറങ്ങണത് കാണാല്. ആരാ? ഒരു മിനിറ്റ്. കടലമാവ് ഇപ്പൊ കടലമാവ് ഇടുന്നു. കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കണം. നല്ല കോട്ടിങ് വരണത്.
ഇതിങ്ങനെ ഈ നനഞ്ഞിരിക്കണത് പോയിട്ട് ഡ്രൈ ആവണം. ഇത് ആ ആ ആ വല്ലാണ്ട് വേണ്ട കേട്ടാ, ഇനി മതി. ഡ്രൈ ആവണില്ലല്ലോ. ഇനിയാവും, ഇനി ഇത്രയ്ക്ക് മതി, അധികമായ ശരിയാവില്ല കേട്ടാ. ഡ്രൈയിലേക്ക് വന്ന് തുടങ്ങിയിട്ടാ, ഇത്രയ്ക്ക് മതി. മതിയില്ലേ? ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയ്ക്ക് മതി. ഇത്രയ്ക്ക് ആയിട്ട് അപ്പം തീ ഒന്ന് കുറയ്ക്കും നമ്മൾ. തീ കുറച്ചിട്ട് നമ്മൾ എന്തൊരു ചെയ്യേണ്ടതെന്ന് അറിയൂ. നമ്മൾ പിഞ്ഞാണം വയ്ക്കണേൽ എന്നിട്ട് നമ്മൾ ഒരു കനൽ അതിന്മേ ഒരു പൊട്ട് നെയ്യ് ഒഴിച്ചാൽ പുക വരത്താനാണ് കേട്ടാ. ഓക്കെ ആവട്ടെ. ഇതേ മൂടി വയ്ക്കുന്നു, പുക അടിപ്പിക്കാൻ കേട്ടാ. ആ പുക മണം വരുന്നുണ്ട്. പുക ആയി വരുന്നുള്ളൂന്നോണ്ടല്ലേ. കുറച്ച് നേരം തീ നന്നായി കത്തിച്ചാൽ മതി, അടിയെ പിടിച്ച് നല്ല പുക മണം വന്നോളൂ. അതുകൊണ്ട് അടി പിടിച്ചിട്ട് ആ നല്ല പോലെ പുക വരുന്നുണ്ട്. മൂടി ഇതിൻ്റെ അല്ലേ? അല്ല അല്ല, ഞാൻ ചേട്ടനോട് ചോദിച്ചേ എന്ത് ഈ മൂടി എടുത്തേന്ന്. ഇതിന്റെ മൂടി അവിടെ ഇരിക്കണ്ടായിരുന്നു ഈ പാത്രത്തിന്റെ അടുത്ത് തന്നെ. പുകയൊക്കെ പോയി പുറത്തേക്ക്. ഇല്ലേ പുക അത്യാവശ്യം. ഇനി നമ്മൾ ഇതെടുക്കണം കേട്ടാ. പുക മണം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഈ സാധനം എന്നിട്ട് ഈ അതിൻ്റെ മീത് മല്ലിയില വിതറാം. പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അത് ഇതിലിട്ട് കുറവുള്ള പോലെ തോന്നുന്നല്ല കാണുമ്പോ. ഈ തട്ട് അങ്ങനെ നമ്മളെല്ലാക്കി ഡൗങ്കർ സെറ്റായിട്ട് അതിൻ്റെ മീതത്തിൽ നമുക്ക് മല്ലിയില വിതറാം. പുകര മണ്ണുണ്ട് കേട്ടാ. മണുണ്ട്. മറ്റേ ഭംഗിയാക്കട്ടെ. ഭംഗിയാക്കണ്ട, അത് അങ്ങനെ തന്നെ കിടക്കാൻ നല്ലത്. ഭംഗിയാക്കി അത് വൃത്തിയേടാവുള്ളൂ. മല്ലിയില വിതറേ കുറച്ച് വിതറിയാൽ മതി. മതിയാ മതിയാ അത്ര മതിയില്ലേ? സാധനം സെറ്റായി. ഇനി നമുക്ക് കോഴിമുട്ടയുടെ പരിപാടി ചെയ്യാം. കൂട്ടി കഴിക്കാം. നമ്മളിത് ഉണ്ടോ നോക്കാനായിട്ട് മാറ്റി വെച്ചാൽ ഉണ്ടോ നോക്കാനല്ല, വെന്തോന്ന് നോക്കാൻ. ഇതിലേക്ക് കൂട്ടി കഴിക്കാനായിട്ട് നമ്മൾ കോഴിമുട്ടയുടെ പരിപാടി ചെയ്യുന്നു കേട്ടാ. കോഴിമുട്ട നമുക്ക് നടു മുറിക്കാം. ഓടി കളിക്കാലോ ഒരു കയ്യിലെടുത്തിട്ട് ഇങ്ങനെ മുറിക്കേട്ടാ. ഇവിടെ ചെരിവുണ്ട് തരുതാ, നല്ല ഭംഗിയില്ലേ? അപ്പോൾ നമ്മൾ കോഴിമുട്ട ഇങ്ങനെയാക്കി. അപ്പോൾ അതിൻ്റെ മീതെ ബ്ലാക്ക് സാൾട്ടാണ് വിതറേണ്ടത്. നമുക്ക് ബ്ലാക്ക് സാൾട്ട് ഇല്ല കാരണം കത്തിമേലത്തെ കറുപ്പ് കളറ് മുട്ടമലായി. ആ കണ്ട ആകെ കറുപ്പ് കളറായി അവിടെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അതിൻ്റെ മീതെ പുതിന പൊടിച്ചില്ലേ, പുതിന പൊടിച്ചത് ഉണക്കി പൊടിച്ചത് വിതർന്നു. ഇതുവരെ ഇല്ലാത്തൊരു ടേസ്റ്റാണ് അനുഭവിക്കാൻ പോണത് നമ്മൾ. അത്ര കിട്ടാൻ മതിയില്ലേ? പിന്നെ ഒരു സ്വല്പം കായപ്പൊടി ഇത് വിതർന്നു കേട്ടോ. മതി 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 മതി. എങ്ങനെയുണ്ടെന്ന് നോക്കാം, നമുക്ക് കഴിച്ചു നോക്കാം. ഇത് കൂട്ടി കഴിക്കേണ്ട സാധനം കേട്ടോ. കഴിച്ചു തുടങ്ങിക്കോ. അല്ല, ഇത് കഴിക്കുമ്പോ അതിന്റെ കൂടെ കഴിക്കണം. ഇത് ഉൾ കടിക്കാൻ പോണ്. ചൂടുണ്ടാവില്ലേ? കഴിച്ചോ കഴിച്ചോ. ഇവിടെ നിന്ന് കഴിക്കി. ഇല്ലില്ല. നീ കോഴിമുട്ട കഴിച്ചോട്ടെ. എങ്ങനെയുണ്ട് സാധനം? കോഴിമുട്ട മുറിച്ച് കഴിക്കുന്നു. ചരയ്ക്കാൻ തോന്നില്ല, എന്തുടാൻ തോന്നില്ല. പുകമണുണ്ട്. മുട്ട കഴിക്കാണ്ട് ഇത് കഴിക്കറാ. രസമുണ്ട്. മുട്ട കഴിച്ചോട്ടെ. രസമുണ്ട്. മുട്ട കഴിക്കുമ്പോഴേ ഭയങ്കര പുതിനേരെ ഫ്ലേവർ നിൽക്കാം അല്ലേ? അല്ലേ? ആവുന്നാണ്. എനിക്ക് ഇത് രസമായിട്ട് തോന്നുന്നു കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. ഇതുവരെ പറഞ്ഞ പോലെ ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റ്. ചരക്കൊക്കെ നമ്മൾ കളയണതല്ലേ? കളയെന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്ന് നാശമായി പോകും. നമുക്കിത് വേണേ കഞ്ഞിയിലേക്ക് കഴിക്കല്ലേ, ഉപ്പേരിയിട്ട്. ഈ വക സാധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ലേ ഇതിൻ്റെ കൂടെ കഴിക്കാൻ അല്ലേ? എനിക്ക് അടിപൊളി സാധനമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. രാജസ്ഥാൻകാരുടെ ഇത് വേണമല്ലേ വിഭവം. വിടുവിടുന്ന് തിന്നു കഴിയും. അപ്പോൾ നമ്മൾക്ക് ഇത് പറഞ്ഞു തന്ന കവിതയ്ക്ക് നന്ദിയിട്ടാണ്. കുറേ നാളായി കാരണം ഒന്ന് ക്ഷമ ചോദിക്കാൻ വീണ്ടും. വ്യത്യസ്തമായ രുചികൾ നിങ്ങളുടെ നാട്ടിലുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞതായോട്ടാ. ഞങ്ങൾ പരീക്ഷിക്കുന്നതായിരിക്കും. നോക്കാം നിങ്ങളുടെ മുന്നിൽ വെച്ച്. അപ്പം നിങ്ങൾക്കും ഇത് ഞങ്ങൾ പറയില്ലോ അത് എങ്ങനെയുണ്ടെന്ന് സാധനം. അപ്പം നിങ്ങൾക്കും പരീക്ഷിക്കാമല്ലോ. ഇത് ചെയ്യാവുന്ന സാധനം തന്നെയാണ്. ഭയങ്കര ടേസ്റ്റല്ല,
ഒരു വേറെ രുചിയാണ് കടല ഈ നമ്മളെപ്പോഴും സ്ഥിരം കഴിക്കുന്ന സാധനങ്ങളല്ല ഒരേ രുചിയിലല്ല പോണേ. വെയിലുണ്ട് നന്നായിട്ട്. അപ്പൊ കടുകെണ്ണയ്ക്ക് കാരണം രുചി വ്യത്യാസം വരുന്നു വിചാരിച്ചു. അതൊന്നും അറിയണ പോലും ഇല്ല. നമ്മളുടെ ഇവിടെ കിട്ടണ കടുകെണ്ണേരെ പ്രത്യേകതയാണോന്നും അറിയില്ല അല്ലേ. അപ്പൊ അടിപൊളി. അപ്പൊ ഞങ്ങളിനി മറ്റേ പരിപാടികൾക്ക് പോട്ടെ. കൊള്ളി കൂട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല.